അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ ആഘോഷങ്ങളോ വലിയ രീതിയിലുള്ള അങ്ങനെ വലിയ സ്വീകരണങ്ങളോ ഒന്നും ഒരുക്കിയിട്ടില്ല. കാരണം അമേരിക്ക എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അങ്ങനെ തന്നെ തിരിച്ചും മതി എന്നുള്ള ഒരു സമീപനമാണ് ഇന്ത്യ എടുത്തത്. സാധാരണ ചില ഉദ്യോഗസ്ഥർ പോയി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ യാത്ര അയക്കാനും അങ്ങനെ വലിയ പദവികളുള്ള ആരും പോയില്ല. സാധാരണ ചില ഉദ്യോഗസ്ഥർ പോയി, അത്ര തന്നെ. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇന്ത്യ കൊടുത്ത സന്ദേശം ക്ലിയർ ആണ്. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടും കിട്ടൂ. അപ്പൊ അതുകൊണ്ട് ഒരു വശത്ത് ഇന്ത്യ ഡെഡ് എക്കണോമിയാണ്, ഹെല്ലാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് ഇന്ത്യ വലിയ ചങ്കാണ്, മോഡി ചങ്കാണ് എന്നൊന്നും പറഞ്ഞാൽ ഇന്ത്യയുടെ വിശ്വാസം നേടാൻ കഴിയില്ല എന്ന് ഇന്ത്യ കൃത്യമായിട്ട് ട്രംപിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മാർക്കോ റൂബിയോയ്ക്ക് അത് മനസ്സിലായി. ഇതിനിടയിൽ മറ്റൊന്നു കൂടി സംഭവിച്ചു. ഈ നമ്മുടെ എസ് ജയശങ്കറും റൂബിയോയും മാധ്യമങ്ങളെ കാണുന്നതിനിടയിൽ എസ് ജയശങ്കർ ചില കാര്യങ്ങൾ പറഞ്ഞത് വളരെയധികം ഇപ്പൊ ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസിയാണ് സ്വീകരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങളും ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസിയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കിടയിലും പരസ്പരം സഹകരിച്ചു പോകാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പരസ്പരം സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ചില മേഖലകളുണ്ട്, അവിടെ തീർച്ചയായിട്ടും ഇനിയും ഏറെ ചർച്ചകൾ ആവശ്യമാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. രണ്ട് രാജ്യങ്ങളും അവരവരുടെ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ജനങ്ങളുടെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്നത് പോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക, പ്രവർത്തിക്കുക എന്നതാണ്. വളരെ കൃത്യമായിട്ട് എസ് ജയശങ്കർ മാർക്കോ റൂബിയോയോട് പറഞ്ഞത് എന്താണ്? ട്രംപ് ഭരണകൂടത്തിന് അമേരിക്ക ഫസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വന്തം ദേശീയ താല്പര്യങ്ങളാണ് പ്രധാനം എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ ഇനിയും ഒരു രാജ്യത്തെ മാത്രം എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിക്കാതെ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് എണ്ണ വ്യാപാരം, ഊർജ ആവശ്യങ്ങൾക്കുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് കൂടി അവിടെ ജയശങ്കർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഓൾറെഡി ഇന്ത്യ ഒന്നിലേറെ പങ്കാളികളുമായിട്ട് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. LNG ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് പ്രൈസിൽ എവിടെ കിട്ടുമോ അവിടെ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങും. ഇന്ത്യ വലിയൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. തടസ്സമില്ലാത്ത ഊർജ വിതരണം ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇത് മാർക്കോ റൂബിയോ നിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യ പറയാണ്. എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ ഇനിയിപ്പോൾ നാളെ ഇറാനിൽ നിന്നോ വേണമെങ്കിലും ഇന്ത്യ എണ്ണ വാങ്ങും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് അമേരിക്കയോട് വളരെ വ്യക്തമായിട്ട് ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ആണ് അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തു എന്നൊക്കെ യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത പലരും ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത്. അതായത് നമുക്ക് നയതന്ത്രം എന്ന് പറയുന്നത് റൂഡായിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതല്ല. ഈ നയതന്ത്രം എന്നതിൽ തന്നെ ഉണ്ട്, അതൊരു തന്ത്രമാണ്, അതിനകത്തൊരു നയം ആവശ്യമാണ്. ഓപ്പോസിറ്റ് ഉള്ള രാജ്യം നമ്മളെക്കാൾ ശക്തമാണോ അല്ലെങ്കിൽ ദുർബലമാണോ എന്നതിനല്ല അവിടെ പ്രസക്തി. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് മാൽഡീവ്സ് ആണോ, ബംഗ്ലാദേശ് ആണോ, നേപ്പാൾ ആണോ, അമേരിക്ക ആണോ എന്നതല്ല. നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. നയതന്ത്രത്തില് മസിൽ പവറിന് കാര്യമായ റോളൊന്നുമില്ല. നയതന്ത്രത്തില് തലയാണ് ഉപയോഗിക്കേണ്ടത്, തലച്ചോറാണ് വർക്ക് ചെയ്യേണ്ടത്. ബുദ്ധിപരമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നീക്കേണ്ടത്. അതിനാണ് നമ്മൾ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത്. ആ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കിരീടം വയ്ക്കാത്ത രാജാവാണ് എസ് ജയശങ്കർ. മൂപ്പർക്കറിയാം എവിടെ എങ്ങനെ എന്ത് പറയണം, എങ്ങനെ ഇന്ത്യക്ക് അനുകൂലമായ കാര്യങ്ങൾ പറഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യമാണ്. ഓൾറെഡി കുറെ ശത്രുക്കൾ നമുക്കുണ്ട്. കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാനല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ ശത്രുക്കളുടെ എണ്ണം പരമാവധി കുറച്ച് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന അങ്ങേയറ്റം നേട്ടമുണ്ടാക്കി കൂടുതൽ ശക്തമാകാനാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. അവിടെ ഇന്ത്യ തെരഞ്ഞെടുത്തത് നയതന്ത്രത്തിന്റെ വഴി തന്നെയാണ്. ഇന്ത്യൻ ജനതയോടുള്ള കടമ എസ് ജയശങ്കർ മാർക്കോ റൂബിയോ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഇന്ധനം എത്തിക്കുക എന്നത് ഒരു സർക്കാരിന്റെ ധാർമ്മികമായ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിപണിയിൽ എവിടെയാണോ ഏറ്റവും ലാഭകരമായിട്ട് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യ അവിടെ നിന്ന് അത് വാങ്ങും. അതിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് സ്ഥാനമില്ല എന്നുകൂടി എസ് ജയശങ്കർ പറഞ്ഞു.
യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇപ്പോഴും വൻതോതിൽ ഗ്യാസും എണ്ണയും വാങ്ങുന്നുണ്ട് എന്ന് കണക്കുകൾ നിരത്തി അദ്ദേഹം പറയുന്നു. യൂറോപ്പ് അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില ഉയരുമായിരുന്നുവെന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമായിരുന്നുവെന്നും അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് യഥാർത്ഥത്തിൽ ആഗോള വിപണിയെ സഹായിക്കുകയാണ് ചെയ്തത് എന്നതുമാണ് ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെയോ മറ്റേതെങ്കിലുമോ രാജ്യങ്ങളുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നമ്മുടെ എസ് ജയശങ്കർ കൃത്യമായിട്ട് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയത്. ഇന്ത്യ അമേരിക്ക റിലേഷനിൽ ഈ ഒരു പ്രശ്നം വളരെ പ്രധാനമാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, മോദി എന്ന് പറയുന്ന വ്യക്തിയും ഇന്ത്യൻ ഭരണകൂടവും ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൊടുത്തെങ്കിൽ ട്രംപിന് എത്ര സന്തോഷമായനെ. അയാൾ ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നനെ, ഇന്ത്യയുടെ രക്ഷകനായി സ്വയം ചമഞ്ഞനെ, അയാൾ എന്തെല്ലാം കാണിച്ചു കൂട്ടിയനെ. ഇന്ത്യ ഗവൺമെന്റ് അവരുടെ സമ്മർദ്ദങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയോട് അവർക്ക് അസ്വാരസ്യമുള്ളത്, ഇന്ത്യയോട് അവർക്ക് പല വിയോജിപ്പുകളുമുള്ളത്. സോ ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വന്നതും പോയതും ആ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രം എടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യ എങ്ങനെയാണ് US പെരുമാറുന്നത്. ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടും. അല്ലാതെ യാതൊരു തരത്തിലും അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറല്ല. പോയി പണി നോക്കാൻ തന്നെയാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് മാർക്കോ റൂബിയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പോയാൽ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന പോലെ തന്നെ അവർ സ്വീകരിക്കും. കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏറ്റവും പവർഫുൾ രാജ്യമാണ്. അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കഴിഞ്ഞാൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് ലോകത്ത്. അങ്ങനത്തെ ഒരാൾ ചെല്ലുന്ന സമയത്ത് പ്രസിഡന്റിനൊക്കെ കൊടുക്കുന്ന അതേ രീതിയിലുള്ള വലിയ സ്വീകരണമാണ് പല രാജ്യങ്ങളും കൊടുക്കുന്നത്, ഈവൻ പാകിസ്ഥാൻ പോലും. പക്ഷെ ഇന്ത്യ അവിടെ ഡിഫറൻ്റ് ആണ്. ഇന്ത്യ നല്ല റിലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് മാർക്കോ റൂബിയോ മാത്രമല്ല വൈസ് പ്രസിഡന്റിനെയും ട്രംപിനെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കിട്ട് ചൊറിഞ്ഞപ്പോൾ, ഇന്ത്യ അനാവശ്യമായിട്ട് ഇന്ത്യയെ വിവാദത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം ദാ ഇതുപോലെയാണ്. എന്ന് വെച്ചാൽ നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യ അമേരിക്ക ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ലോകം കാണുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.